ക്രിസ്തുവേശുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹ വന്ദനം. 2025 അനുഗ്രഹത്തിൻ്റെയും വിടുതലുകളുടെയും ഉയർച്ചയുടെയും വിശാലതകളുടെയും വർഷമായി തീരട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൻ്റെ കാണാതായ കഴുതയെ അന്വേഷിച്ച് ഇറങ്ങിയ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ വഴിമധ്യേ ഒരു മഹാഭാഗ്യം ലഭിക്കുന്നു. യഹോവയുടെ അവകാശത്തിൻ്റെ പ്രഭുവായി ശൗമേൽ പ്രവാചകൻ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ വേർതിരിക്കുകയാണ്. ശൗലിൻ്റെ ഈ ചരിത്രം നാം വായിക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നിക്കും, ശൗലിനോട് അസൂയ തോന്നിക്കും. മഹാഭാഗ്യവാനാണ് അദ്ദേഹം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇസ്രയേൽ ചരിത്രത്തിൻ്റെ ആദ്യത്തെ രാജാവായി ശൗൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അഭിഷക്തനായി മാറി, ഒരു രാജാവായി രാജകീയ അഭിഷേകത്തിന് ഉടമയായിട്ട് മാറുകയാണ്. എന്നാൽ 1 ദിനവൃത്താന്തം 10-ാം അധ്യായം 10-ാം വാക്യം ഈ മഹാഭാഗ്യവാന്റെ അവസാന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവർ അവൻ്റെ ആയുധവർഗം തങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ചു, അവൻ്റെ തല വെട്ടി ദാഗോൻ്റെ ക്ഷേത്രത്തിൽ തറച്ചു വെച്ചു. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം 10-ാം വാക്യമാണ്. ശൗൽ എന്ന് പറയുന്ന മഹാഭാഗ്യവാന്റെ ആയുധവർഗം, ശത്രു സൈന്യം, ശത്രുക്കൾ ആ ആയുധം അവരുടെ ക്ഷേത്രത്തിൽ വെച്ചു. അവൻ്റെ തല ശത്രുവിൻ്റെ ആരാധന മൂർത്തികളുടെ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ തറച്ചു വെച്ചു. എന്തു സംഭവിച്ചു ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിന്? എന്താണ് ഈ വീഴ്ചയുടെ കാരണമെന്താണ്? 1 ദിനവൃത്താന്തം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമങ്ങൾ ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കാകയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കാകിയാൽ അവനെ കൊന്ന് രാജ്യത്വം ഈശായുടെ മകനായ ദാവീദിന് കൊടുത്തു. ശൗലിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായ പരാജയങ്ങൾ ഇന്ന് നമ്മളോട് പറയുന്നത്, അർഹിക്കാതെ നമുക്ക് ലഭിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ, നാം ഒരിക്കലും ആഗ്രഹിക്കാതെ ഇരിക്കുന്ന വേളയിൽ ദൈവം നമ്മളുടെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് തരുന്ന അഭിഷേകവും ശുശ്രൂഷകളുമുണ്ട്. ഇതുപോലെ ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് ലഭിച്ച വലിയ സൗഭാഗ്യം, ആ ശൗലിൻ്റെ അവസാന ചരിത്രം, ദാഗോൻ്റെ ക്ഷേത്രത്തിൽ അവൻ്റെ ശിരസ് തൂങ്ങി. അവൻ്റെ ആയുധവർഗം ദാഗോൻ്റെ ക്ഷേത്രത്തിൽ നിശ്ചലമായി കഴിഞ്ഞു. നമുക്ക് ശൗലിനോട് ചോദിക്കാം, ശൗലേ, ഈ ശിരസിലല്ലയോ അഭിഷേക തൈലം വീണത്? ഈ ശിരസ് രാജകീയ അഭിഷേകം ചുമന്നതല്ലേ? ഇപ്പോൾ ഈ ശിരസ് അഭിഷേകം വറ്റി വരണ്ട് ഒരു കാഴ്ച വസ്തുവായി തീർന്നത് എങ്ങനെയാണ്? തന്നെയും തൻ്റെ ജനത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി യുദ്ധക്കളത്തിനകത്ത് ശത്രുവിനെ ജയിച്ച ആ ആയുധവർഗങ്ങൾ ഇന്ന് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ തുരുമ്പ് പിടിക്കാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, 2025 എനിക്ക് നിങ്ങളോട് പറയാനൊരു സന്ദേശം ഇതാണ്: 2024 തുടങ്ങിയ ശുശ്രൂഷകൾ പലതും അസ്തമിച്ചു തുടങ്ങി. ശത്രുവിൻ്റെ പാളയത്തിനകത്ത് പലതും പിടി അമർത്തിക്കഴിഞ്ഞു, ഒതുങ്ങിക്കഴിഞ്ഞു. ഈ 2025 ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നത് ഒരിക്കലും ഒതുങ്ങി നിൽക്കുവാനല്ല, തകർന്നു പോകുവാനല്ല,
ശത്രുവിന് പിടികൊടുക്കാതെ, ശത്രുവിൻ്റെ സൈന്യത്തിനകത്ത്, ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്ത് ഒതുങ്ങിപ്പോകാതെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ വേണ്ടിയാണ്. എന്താണ് ശൗലിന് പറ്റിയ പരാജയം? മാനസാന്തരപ്പെടാത്ത ഒരു മനസ്സിന് ഉടമയായിരുന്നു ശൗൽ എന്ന് പറയുന്ന വ്യക്തി. അഭിഷേകം നമുക്ക് കൃപയാൽ ലഭിക്കും. പ്രിയമുള്ളവരെ, ശുശ്രൂഷകൾ കൃപയാൽ നമുക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ കരുണയാലും ദൈവത്തിൻ്റെ വിളിയാലും നമുക്ക് പ്രവചനം ലഭിക്കും, നമുക്ക് ഹീലിംഗ് മിനിസ്ട്രി ലഭിക്കും, നമുക്ക് വെളിപ്പാട് ലഭിക്കും. പക്ഷെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവവചനത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ ലഭിച്ച അഭിഷേകം നഷ്ടമായി പോകും, പ്രയോജനപ്പെടാത്ത തലത്തിലായി മാറിപ്പോകും. ഇതുപോലെ തന്നെയാണ് ശിംശോൻ്റെ ചരിത്രവും. അഭിഷക്തനാണ്, പക്ഷേ ലോകത്തിൻ്റെ മടിത്തട്ടിൽ ഉറങ്ങിപ്പോയി. അവൻ ഉറങ്ങുന്നത് ദൈവത്തിൻ്റെ മടിത്തട്ടിലല്ല, ലോകത്തിൻ്റെ മടിത്തട്ടിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് ശിംശോൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ലോകം അവനെ കൂത്തുകാഴ്ചയാക്കി മാറ്റി. ലോകം ഇപ്പോയിട്ട് അവനായിട്ട് കളിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരു കാലത്ത് പ്രവചിച്ചവർ, ഒരു കാലത്ത് ശക്തിയോടെ നിന്നവർ പലതും അസ്തമിച്ചു തുടങ്ങി. പലരുടെയും ക്ലാരിറ്റികൾ, പ്രൊഫറ്റിക്കൽ ക്ലാരിറ്റികൾ നഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു. കാരണം ലോകം അവരുടെ അകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. 2025 ഒരു പോസിറ്റീവ് മെസ്സേജ് നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. പക്ഷെ കർത്താവിനോട് പറയുന്നു, ഇത് സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക്. നിങ്ങളുടെ മേൽ ലഭിച്ചിരിക്കുന്ന അഭിഷേകം ഒരിക്കലും ലോകത്തിൻ്റെ പിടിയിൽ ഒതുങ്ങിപ്പോകരുത്. നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് ധനവും മാന്യതകളും ഉയർച്ചകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അതിനകത്ത് ഒതുങ്ങിപ്പോകരുത്. ശത്രുവിൻ്റെ പാളയത്തിൽ പരാജിതനായി നിൽക്കുന്ന ഒരു പോരാളിയായിട്ട് നിങ്ങൾ തീരരുത്. ഈ ലോകത്തിൻ്റെ മാലിന്യതകൾ തൊടാതെ ക്രിസ്തുവിന് വേണ്ടി ഒരു ജയിച്ച് ജയാളിയായി മാറുന്ന ഒരു ധീര യോദ്ധാവായി 2025 നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും നമ്മുടെ അഭിഷേകം വറ്റി വരണ്ട് നമ്മുടെ കൃപാവരങ്ങൾ പ്രയോജനപ്പെടാത്ത ലെവലിൽ, ഉപയോഗിക്കാൻ പറ്റാത്ത ലെവലിൽ ലോകം നമ്മളെ അമർത്തി വെക്കരുത്. ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ, വളരെ ഉപവാസത്തോടെ, വളരെ സമർപ്പണത്തോടെ 2025 ആരംഭ സമയങ്ങളിൽ തന്നെ തുടക്കം കുറിക്കുക. ദൈവം പറഞ്ഞു വിടുന്ന മുഴുവൻ ഏറികൾക്കകത്തും കടന്നു ചെല്ലുക, വിശ്വസ്തയോടെ വേല ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഈ വർഷം മുഴുവൻ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാന മിനിറ്റ് വരെയും എൻ്റെ ദൈവമായ യഹോവയുടെ കരം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ പോകുന്നിടത്തൊക്കെയും ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് മാന്യതകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിങ്ങളെ നിറച്ച് വഴി നടത്തട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോടേവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.